അമലുകൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് അതൊക്കെ നിലനിർത്തുന്നവരായി ഞങ്ങളുടെ മനുഷ്യ സമൂഹത്തെ മാറ്റണേ ഒറ്റ പ്രാർത്ഥന. എനിക്ക് വേണമെങ്കിൽ എനിക്ക് വീടുണ്ടാവണേ കാറ് മാറ്റാൻ പറ്റണമെന്നൊക്കെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കും, ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളും എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താമെങ്കിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക. ഏതായാലും ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും ഞാൻ എഴുതി വെക്കാറുണ്ട്, ഞാനതെടുത്ത് എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. അപ്പോൾ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നത്തെ രാത്രിയിലെ പ്രാർത്ഥനയിൽ താഴേക്കോട് ജുമാഅത്തിൽപ്പെട്ട എല്ലാവരെയും ദൈവമേ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളൂ. അങ്ങനെയൊക്കെ നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ ഈ കൂടെ ഇരുന്നു കൊണ്ട് ഇത്തരം വേദികൾ കുറവാണ്. നമ്മളൊന്ന് ആലോചിച്ചു, ഇത് എപ്പോഴും ഉണ്ടാക്കണമെങ്കിൽ ഈ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രമല്ല ഉണ്ടാക്കണം. എന്തെങ്കിലുമൊക്കെ അവസരം കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സൗഹാർദ്ദ സമ്മേളനങ്ങൾ ഉണ്ടാക്കി പുതിയ പുതിയ വിഷയങ്ങൾ കൊടുത്ത് പുതിയ പുതിയ രീതിയിൽ എങ്ങനെയാണ് മതത്തിനെ പുനർവിന്യാസം ചെയ്യേണ്ടത്, എങ്ങനെയാണ് പുനർസംസ്ഥാപനം ചെയ്യേണ്ടത്, എങ്ങനെയാണ് പുതിയ ദവാത്തിൻ്റെ രീതികൾ എങ്ങനെയായിരിക്കണം. AI വന്ന സമയത്ത് ഇപ്പോഴും നമ്മൾ പല രീതിയിലും പഴയ രീതിയിലും ഒന്നും പോയാൽ ശരിയാവില്ല. പുതിയ കുട്ടികളെ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ അവരെ വിശ്വാസം ഉറപ്പിക്കും, ഇതൊക്കെ നമുക്ക് കൂട്ടമായി ഇത് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരം കൂട്ടായിട്ടുള്ള മജ്‌ലിസുകളൊക്കെ ഇനിയും അവസരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്താണ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കേണ്ടത്? സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ദൈവമേ, ഞങ്ങളുടെ അമൽ സ്വാലിഹായിട്ട് ഈ സ്വാലിഹായിട്ടുള്ള അമൽ ഞങ്ങൾ സ്വീകരിക്കണം. ഇബ്രാഹിം നബി കൂടുതലും കഅബ പുതുക്കി പണിതപ്പോൾ, കഅബ എന്നത് കുറച്ച് കല്ലിൻ്റെ കൂമ്പാരമായിരുന്നു, അതൊരു സ്ട്രക്ചറാക്കിയുള്ളൂ. അവർക്ക് കഴിയാവുന്ന രീതിയിൽ ഇബ്രാഹിം നബി മക്കളിനെ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്രേ കഴിയുള്ളൂ. ഈ കല്ലെടുത്ത് സ്ക്വയർ രൂപത്തിലൊക്കെ ആക്കി നിന്റെ സ്മരണ നിലനിർത്തുന്ന ഒരു സ്മാരകമാക്കി ഞങ്ങൾ നിലനിർത്തും. ഒരു ദേവാലയം എന്ന് പറയാനുള്ള സ്ട്രക്ചറൊന്നും ആയിട്ടില്ല. അവർ പറഞ്ഞ ദൈവമേ, ഞങ്ങൾ പ്രവൃത്തിയെ ഒരു ധർമ്മ പ്രവൃത്തിയെ ഞങ്ങളെ സ്വീകരിക്കും, അങ്ങനെ നീ അനുഗ്രഹിക്കണേ എന്ന് പറയുന്നത് പോലെ ഇത്രയും കോടികൾ ചെലവഴിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മഹിമ, റസൂലിൻ്റെ പ്രത്യേകതകളൊക്കെ പറയുന്ന സ്ഥലങ്ങളായി അതിൻ്റെ പ്രതിഫലനമായി പുറത്തോട്ടും കാരുണ്യം പ്രവഹിക്കുന്ന കേന്ദ്രമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുകയും നമ്മുടെ കടമയാണ്, കർത്തവ്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് സൗഹാർദ്ദ സന്ദേശം നൽകിയ സ്വാമി ആത്മദാസ് എനിക്ക് താഴേക്കോട് മഹലിൻ്റെ മെമൻറ്റോ മഹല്ല് കാളിയും പ്രസിഡന്റുമായ KK അബൂബക്കർ മുസ്ലിയാർ കൈമാറുന്നു.